ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്ത് 2023 ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു ഇമേജാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ്. അത്യാവശ്യം ബോൾഡായിട്ട് തന്നെയാണ് പുള്ളിക്കാരത്തി ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഷഫീന ബീവി പുള്ളിക്കാരത്തിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിരിക്കുന്ന രീതിയും അതുപോലെ തന്നെ ആ ടോണുമാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. അതുപോലെ തന്നെ ചില വാക്കുകൾ അതൊക്കെയാണ് അവർക്ക് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാക്കിയത്. ഈ വിഷയത്തിൽ അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഏത് ഡ്രസ്സ് ഇടണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ ഒരു വീഡിയോ ഇട്ടാൽ അതിന് പോസിറ്റീവ്സും വരും, നെഗറ്റീവ്സും വരും. അതിനൊക്കെ നേരിടാൻ തയ്യാറാവണം നമ്മൾ. മഞ്ജു പിള്ളയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം ഞാനിവിടെ വയ്ക്കാം. നിങ്ങൾ എന്നെ പറഞ്ഞു, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടുന്നു. അപ്പോൾ അതാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിന് പോസിറ്റീവ്സും വരും, നെഗറ്റീവ്സും വരും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. പിന്നെ ഓരോരുത്തരെ വിമർശിക്കുന്ന രീതി, അവരുപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് പലപ്പോഴും ചർച്ചാ വിഷയമാവുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നവർ രണ്ട് തരമാണ്. ആദ്യത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് ഫാഷനെ പറ്റി പഠിച്ച് എഫേർട്ട് ഇട്ട് കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നവർ. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു കഴിവും ഇല്ലാതെ ചുമ്മാ അവരുടെ ബോഡി എക്സ്പോസ് ചെയ്ത് മാത്രം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യൂവർഷിപ്പും അതുപോലെ തന്നെ ഈ ലൈവ് വീഡിയോസും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചില ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് ഈ ആദ്യം ഞാൻ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരെ കൂടി പറയിപ്പിക്കുന്നവർ. ഈ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന പെൺകുട്ടികളെ കൂടി പറയിപ്പിക്കുന്നത് ഈ രണ്ടാമത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഇവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിലും. അവരെ മാത്രമാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു 70% ആൾക്കാരും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഉള്ളതും 70% ഇത് തന്നെയാണ് അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. വ്യൂവേഴ്സ്, മണി, അതിന് ഒരു അന്തസ്സോ ഒരു നിലയോ ഒരു വിലയോ സമൂഹത്തിൽ വേണമെന്ന് ഒരാഗ്രഹമില്ലാതെ അവരുടെ ഫേസ് കാണിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും. ദയാ സുജിത്ത് ഈ ഷഫീന ബീവിയുടെ വീഡിയോയുടെ പ്രതികരണമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ കാണാം. ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു, ബ്രേക്ക് എടുത്തു. അല്ലെങ്കിൽ അയ്യോ എന്ത് പറ്റി എന്തായാലും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്യുന്നതെന്ന് വെച്ചു. അടുത്ത ദിവസം ഞാനങ്ങ് എയർലൈൻ, ഞാൻ പേരുമാണെന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് my energy അങ്ങോട്ട്, and I don't want to have that negative energy by saying the names, but I'll say this for once. അത് ഞാൻ ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടി അങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ സംവാട്ട് വെരി സിമിലർ. കാം ഡൗൺ, ലെറ്റ്സ് ടേക്ക് എ ചിൽ പിൽ, കണ്ടിന്യൂ വിത്ത് മൈ ലൈഫ്. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇത് ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇതിന് വില ഉണ്ടായിരുന്നു, സത്യം പറയാം. ഷഫീന ബീവി തീയെപ്പറ്റി ചെയ്ത വീഡിയോ ഞാനിവിടെ വയ്ക്കുന്നില്ല, അത് അവരുടെ ചാനലിലുണ്ട്, അവിടെ പോയി നോക്കി. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.